ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോൾട്ടർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് വിറാട്ട് എന്ന കന്നഡ സിനിമയുടെ റിവ്യൂ ആണ്. എൻ്റെ പന്നയിലാണ് സിനിമ റിലീസ് ചെയ്ത് ഇന്നലെ ഞാൻ കണ്ടത്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ദർശൻ, ജോണ, പിന്നെ ജൈത്ര, വിനീത, വിശിത, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അവരാരാന്ന് പോലും നീറാണ്. പക്ഷേ ഈ സിനിമയിൽ നായികമാരെന്ന് മാത്രം അറിയാം. പിന്നെ രവിശങ്കർ, പിന്നെ സുഹാസിനി അസഗാമിയോ, ഇവരൊക്കെയാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം അങ്ങനെ ഉണ്ടെന്ന് തോന്നാം. ചതുര അപരാധം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇന്നലെ ഫിലിം ചെക്കിൻ്റെ റോസ്റ്റ് കണ്ടതിന് ശേഷമാണ് ഇത് കണ്ടത്, സിനിമ കാണാൻ തുടങ്ങിയത്. ആദ്യം തൊട്ട് അവസാനം വരെയും ഒരപരാധം. ഞാൻ പറഞ്ഞ ചതുരാപരാധമാണ്. സംഭവം ഒന്നുമില്ല. ഇന്നത്തെ സ്റ്റോറി എന്തായാലും പറഞ്ഞാൽ വിരാട്ട് എന്ന് പറയുന്ന ഒരു ബിസിനസ് മാനിൻ്റെ ട്രയാങ്കിളല്ല, സ്ക്വയർ ലവ് സ്റ്റോറിയാണ് സിനിമയുടെ. ലവ് സ്റ്റോറിയാണ് ഈ പടത്തിൽ കാണിക്കുന്നത്. എന്നിട്ട് ആ സ്ക്വയറിൽ ആരെ സെലക്ട് ചെയ്യുന്നു, അവസാനം ആരെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കഥ. വേറൊന്നും ഇല്ല ഈ പടത്തിൽ. ഇമ്മാതിരി സ്റ്റോറിയാണല്ലോ ദർശനായിട്ട് കിട്ടിയത്. കഷ്ടം. അതായത് അഭിനയിച്ചിരിക്കണ എല്ലാവരും അവരുടെ പോസ്റ്റിന് വേണ്ടി അഭിനയിച്ചിട്ടുണ്ട്. യാത്രയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. വില്ലനായിട്ട് വന്ന രവിശങ്കറായിട്ട് എന്തൊക്കെയോ കാണിക്കേണ്ടത് നമുക്ക് പോലും മനസ്സിലാവില്ല. അമ്മാതിരി കോമഡിയാണ് ഇങ്ങനെ കാണിക്കണം കണ്ടാൽ. പിന്നെ ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നത് എന്തെന്ന് എച്ച് വാസു ഒരാളാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തത് സന്ദേശ് നാഗരാജാണ്. മീൻസ് മറ്റേ ശിവരാജ് കുമാറിൻ്റെ ഒരു പടം എന്താണ് ഗോസ്റ്റ്, അതിൻ്റെ പ്രൊഡ്യൂസറാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ മ്യൂസിക് ആയിട്ട് വി ഹരികൃഷ്ണയാണ്. ബീജം കേട്ടോണ്ടിരിക്കാം, പക്ഷെ പാട്ട് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. അമ്മാതിരി ഉളപ്പാട്ടുകളാണ് പടത്തിലുള്ളത്. പിന്നെ ഡയലോഗ്സൊക്കെ ആരാ എഴുതിയെന്ന് പോലും എനിക്ക് അറിഞ്ഞുണ്ട്. ഡയലോഗ് റൈറ്ററാണെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടിയ ഞാൻ അയാളെ പപ്പടം വെക്കും, അതെന്തായാലും ഉറപ്പ്. കാരണം അമ്മാതിരി ഇവിടെ ഡയലോഗ് ചെറിയ ആദ്യം തൊട്ട് അത് തന്നെ വരെ. പിന്നെ പിന്നെ ആകെ ഈ പടത്തിലൊരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് ബിജുവാണ്. ബാക്കി എല്ലാം ഊളത്തരമാണ്. ഞാൻ പറഞ്ഞില്ല, അവരതാണ്. ഇപ്പോൾ ഫസ്റ്റ് പിന്നെ ഈ സുഹാസിനിയുടെ ക്യാമിയോ എന്ന് പറയുന്നത് ആൾ ചീഫ് മിനിസ്റ്ററാണ് ഈ പടത്തിൽ. എന്തിനോ തിളപ്പിക്കുന്ന സാമ്പാർ പോലെ വന്ന് എന്തിനോ തിളപ്പിക്കുന്ന പോലെ പോയി എന്ന് പറയാനേ പറ്റുള്ളൂ. പിന്നെ രവിശങ്കർ ഞാൻ പറഞ്ഞത് വീണ്ടും പറയുകയാണ്, വില്ലനാണ്. അയാൾ എന്തൊക്കെ കാണിച്ച് എങ്ങനെയൊക്കെ കാണിച്ചിട്ട് പോയി, അതാണ് തോന്നിയത്. പിന്നെ ദർശനാട്ടെ എൻ്റെ ക്യാരക്ടർ അങ്ങേർക്ക് സൂട്ടാവണതേ അല്ല, വേറെ ആർക്കും കൂടെ കയറുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ പടത്തിൽ ഇതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. പിന്നെ ദർശനാട്ടൻ, നിങ്ങൾ ഈ വീഡിയോ ഏതെങ്കിലും മലയാള ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ അയാൾക്കൊന്ന് അയച്ചു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാട്ടപരാധമൊന്നും ഇറക്കി വയ്ക്കല്ലേ പ്ലീസ്. ഓൾറെഡി ഒരു ഒരു വലിയ അപരാധം, ഇത് അല്ലാട്ടും വലിയൊരു അപരാധം. പിന്നെ കാട്ടേര വില്ലൻ നല്ലതായ സ്റ്റാഫ് കൊള്ളായിരുന്നുകൊണ്ടും, പിന്നെ ഓവറോൾ വില്ലൻ ജഗപതി ബാബുവിൻ്റെ വില്ലത്തരം കൊള്ളായിരുന്നുകൊണ്ടും ആ പടം ഞാൻ ആവറേജ് എന്ന് പറഞ്ഞ് ആവറേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടി പറയാൻ, റോബർട്ട് പിന്നെ എന്തോന്നാണ് യജമാന, ക്രാന്തി എന്നിങ്ങനെ പോലത്തെ പടങ്ങളുടെ അങ്ങനത്തെ സ്റ്റോറി എന്തെങ്കിലും കിട്ടണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ ഇങ്ങനത്തെ സ്റ്റോറി ഒന്നും അക്സെപ്റ്റ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പ്ലീസ്. ഇനി വേറൊന്നും പറയാനില്ലടേ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ക്ലൈമാക്സ് ഒക്കെ കൊട്ട ഷോ ആണ്. ഈ പടത്തിൽ ഫൈറ്റ് ചെയ്തതിനൊക്കെ എങ്ങനെയായ വേസ്റ്റ് ഫൈറ്റ് സീക്വൻസസിന് അവാർഡ് കൊടുക്കണം ഈ പടത്തിനൊക്കെ. അതെന്തായാലും കിട്ടിയിട്ടുണ്ടോ, 2017 ഇറങ്ങിയത്. ചിലപ്പോൾ ഓസ്കാറിൽ വരെ എത്തിയിട്ടുണ്ടോ വേസ്റ്റ് പടത്തിനുള്ള അവാർഡ്. അയ്യോ,
പിന്നെ ക്ലൈമാക്സ് ഞാൻ പറയണില്ല. കട്ട നമ്മ പറഞ്ഞില്ലേ, സ്ക്വയറാണ്, ലവ് സ്റ്റോറിയാണ്. രാജമാർത്താണ്ഡനെ കാട്ടും വലിയ ഇതുമാണ്. മീൻസ് അതിൻ്റെ സ്റ്റോറി ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഒരു വ്യത്യാസമില്ലേ. അതും സ്ക്വയർ ലവ് സ്റ്റോറി, ഇതിന് സ്ക്വയർ. അതിൽ 3 പേരെയും കിട്ടണം, ഇതിൽ ഒരാളെ കിട്ടണം. അത്ര വലിയ ഡിഫറൻസ് വേറെ ഒന്നുമില്ല. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ദത്താ ബൈ ബൈ, ഡെൽറ്റ വസ്കസ്.